ഏറ്റവും ആദ്യം ഞാൻ ബൈക്കുമായിട്ട് സ്റ്റണ്ട് റൈഡിംഗ് ഒക്കെ ഓടിക്കുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഒരുത്തൻ എന്നെ പഠിപ്പിച്ചു തന്നിരുന്നു കുറെ. ഞാൻ അത്യാവശ്യം വീലിയൊക്കെ ചെയ്യുമായിരുന്നു. ഭയങ്കര ദൂരമൊന്നും ഓടിക്കൂല, എന്നാലും കുറച്ചൊക്കെ വീല് ചെയ്തിട്ട് കുറച്ചൊരു 10-20 മീറ്റർ ഒക്കെ പോയി താഴ്ത്തിറക്കാനുള്ള കഴിവൊക്കെ എനിക്കുണ്ടായിരുന്നു. അതൊക്കെ പിന്നെ കല്യാണം കഴിഞ്ഞ് പിന്നെ ഞാൻ തീരെ ബൈക്കിലായാലും എന്ത് വണ്ടിയാലും ഞാൻ നല്ല റോഡിൽ നല്ല സ്പീഡിൽ ഓടിക്കുമായിരുന്നു. റോഡിൽ ഇങ്ങനെ കിടത്തി കാലോ അല്ലെങ്കിൽ ഫുഡ് റെസ്റ്റ് ഒക്കെ മുട്ടിക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. തീ പറഞ്ഞതൊക്കെ എനിക്ക് ഭയങ്കര ഹരമുള്ള പരിപാടിയാണ്. അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ പിന്നെ ബൈക്കിനെ പേടിയായി പറഞ്ഞു. ഒരു ചെറിയൊരു ആക്സിഡന്റ് എൻ്റെ കയ്യിൽ നിന്ന് തന്നെ വീട്ടിലേക്ക് കോളേജിൽ നിന്ന് വരുന്ന സമയത്ത് ഒരു വളവിൽ വെച്ചിട്ട് പെട്ടെന്ന് സ്ഥിരം ഓടിച്ചോണ്ടിരിക്കുന്ന എല്ലാ ആഴ്ചയും ഞാൻ അവിടെ നിന്ന് വരുമായിരുന്നു ബൈക്കിൽ. ഒരു ദിവസം നോക്കിയപ്പോൾ റോഡ് പണിയാൻ വേണ്ടി കുറെ മെറ്റൽ ഇറക്കിയിട്ടുണ്ട് ആ സൈഡിൽ. വണ്ടികൾ കയറി മെറ്റൽ ഫുള്ള് റോഡിലേക്ക് വന്നു. ഒരു കറക്റ്റ് ഒരു വളവിലാണ്, ഹൈ സ്പീഡിലാണ് വളവിലേക്ക് ചെന്ന് മെറ്റൽ കണ്ട് ഞാൻ അയ്യോ ഒന്ന് പാളിപ്പോയി, സ്ട്രെയിറ്റ് ആയി പോയി. പിന്നെ ഒരു കോൺക്രീറ്റിന്റെ ചാല, റോഡ് പണിയാൻ വേണ്ടി കോൺക്രീറ്റിന്റെ ചാല ഉണ്ടാക്കി വെച്ചായിരുന്നു. ആ ചാലിലേക്ക് ബൈക്ക് അങ്ങനെ പോയി അങ്ങ് വീണു. അതിന്റെ അപ്പുറത്തൊരു കല്ലിൽ പോയി ഷോൾഡർ അടിച്ചു. ഒരു 3-4 ദിവസം എണീക്കാൻ പറ്റാതെ, പൊട്ടിയൊന്നുമില്ല, പക്ഷെ ആ പെയിൻ എനിക്ക് ഇന്നും ഉണ്ടായി. ഇഞ്ചറി സ്പീഡിനോട് എനിക്ക് വലിയ ക്രൈസ് ഇല്ല. കാരണം സ്പീഡിൽ ഓടിച്ചാൽ നമ്മുടെ കയ്യിൽ നിന്ന് പോവാണ്. വിഷൻ ഇല്ലാണ്ടാവും. മുമ്പിൽ ഒരാൾ വന്ന മുമ്പിൽ എന്തെങ്കിലും ഒരു സാധനം ചാടി വന്നാൽ ആക്സിഡന്റ് സംഭവിക്കാൻ ഭയങ്കര ചാൻസ് കൂടുതലാണ്. സ്പീഡിൽ ഓടിക്കും, എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന സ്പീഡിൽ ഞാൻ ഓടിക്കും. എൻ്റെ ഒരു ആവറേജ് സ്പീഡ് എപ്പോഴും 70-80 ഉണ്ടാവുമായിരിക്കും. ആവറേജ് ഐ ടച്ച് അപ് ടു 100-120 വരെ പിടിക്കും. അത് 260, അതാണ് എൻ്റെ സ്പീഡ്. ഞാൻ ആ ഒരു സ്പീഡിലാണ് എപ്പോഴും ഓടിക്കുക. ഈ വാഹനങ്ങൾ ഇത്ര ഇഷ്ടമുള്ള ഒരാളെന്ന നിലയിൽ ഇവിടുത്തെ റോഡ് കുറച്ചും കൂടി നന്നാക്കണം എന്നുണ്ട്. പഴയതിന് ഡെവലപ്പ് ചെയ്ത് വരുന്നല്ലേ, ശരിക്കും നന്നായി വരുന്നതാണ്. ഞാൻ എൻ്റെ കാലത്ത് എൻ്റെ തറവാട്ടിലേക്ക് എൻ്റെ വീട്ടിലേക്ക് ജീപ്പ് അല്ലാതെ ഒരു വണ്ടിയും വരില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിന്ന് നമ്മൾ ഇവിടെ വരെ എത്തിയില്ലേ. ഇപ്പൊ എൻ്റെ തറവാടിന്റെ മുമ്പിൽ കൂടെ റബ്ബറൈസ്ഡ് റോഡാ. ഞങ്ങളുടെ വീട്ടിലേക്കുള്ള വഴി നന്നാക്കിയിരുന്ന എൻ്റെ വാപ്പയും മുത്താപ്പയും കൂടി കാശ് ചിലവാക്കി പണിക്കാരെ കൊണ്ട് ഡെയിലി കല്ല് ഇടിച്ചിട്ടും മണ്ണ് ഇടിച്ചിട്ടും അങ്ങനെയാണ് വീട്ടിൽ നിന്ന് ജീപ്പ് പുറത്തേക്ക് മെയിൻ റോഡിലേക്ക് എത്താം. മഴക്കാലം ആയി കഴിഞ്ഞാൽ ഇവർ ഈ കുഴി 2-3 വലിയ ചതുപ്പുള്ള സ്ഥലം ഉണ്ടായിരുന്നു, അവിടെയൊക്കെ ചെളിയിൽ കല്ല് നിറയ്ക്കലാണ് വീട്ടിലെ മെയിൻ പണിക്കാരുടെ പണി. അവർ കൃഷി ആയതുകൊണ്ട് എന്നും പണിക്കാരുണ്ടാവും തോട്ടത്തിൽ. അവരുടെ മെയിൻ പണി ഞങ്ങൾക്ക് പോകാനുള്ള വഴി നന്നാക്കല. അവിടുന്ന് മാറി ആ റോഡിൽ ആ കുഴി ഉണ്ട് തന്നെ നമുക്കൊന്നും മനസ്സിലാവില്ല. അങ്ങനത്തെ സ്ഥലമാണ് ഇപ്പൊ. അതൊക്കെ പ്രോപ്പർ ഡ്രെയിനേജും ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്, പക്ഷെ സ്ലോ ആണ്. എന്നാലും ഭയങ്കര മാറ്റമല്ലേ വരുന്നത്. ഈ എക്സ്പ്രസ് ഹൈവേ ഒക്കെ എമ്മാതിരി റോഡുകളാണ് നമ്മുടെ മുമ്പിൽ കൂടെ വരുന്നത്. ഈ വണ്ടികൾ ഇഷ്ടമുള്ളവരെ എപ്പോഴും വണ്ടി വാങ്ങിയ പൈസ കൂടുതൽ മോഡിഫൈ ചെയ്യാൻ വേണ്ടി ചെലവാക്കും. വണ്ടി വാങ്ങിയ പൈസേനേക്കാളും കൂടുതലും ചെലവാക്കിയിട്ടില്ല, എന്നാലും ഞാൻ ചെയ്യും. എനിക്ക് അത്യാവശ്യം ഒരു സ്റ്റീരിയോ വേണം, നന്നായിട്ട് പാട്ട് കേൾക്കണം. അപ്പൊ സ്റ്റീരിയോ അപ്ഗ്രേഡ് ചെയ്യും. പിന്നെ ലൈറ്റ്, ഞാൻ സ്പീഡിൽ ഓടിക്കുന്ന ആളായതുകൊണ്ട് ഞാൻ ലൈറ്റ്സ് വെക്കും. പക്ഷെ ലൈറ്റ്സ് ഒന്നും അനാവശ്യമായിട്ട് ബാക്കിയുള്ളവരെ കണ്ണിലേക്ക് അടിച്ച് നശിപ്പിക്കാറില്ല. എന്നാലും എൻ്റെ വണ്ടിയിൽ ലൈറ്റ് ഉണ്ടാവും. ലോങ് ഡിസ്റ്റൻസ് പോകുമ്പോൾ ഞാൻ ലൈറ്റിന്റെ ഒക്കെ എല്ലാം കവർ ചെയ്താൽ ഞാൻ കൊണ്ടു കിടക്കാറ്. ലോങ് ഡിസ്റ്റൻസ് പോകുന്നുണ്ടെങ്കിൽ ഹൈവേയിൽ, എക്സ്പ്രസ് വേയിലോ വലിയ റോഡിലോ കയറുന്നുണ്ടെങ്കിൽ ഞാൻ ലൈറ്റിന്റെ കവർ ഊരും. സിംഗിൾ ലൈനാണ്, ഞാൻ ലൈറ്റിന്റെ കവർ ഊരും. എതിരെ വരുന്ന ആൾക്കാർക്കോ എൻ്റെ മുമ്പിൽ പോകുന്ന ആൾക്കാർക്കോ ശല്യം ഇല്ലെങ്കിൽ ഞാൻ ആ ലൈറ്റ് ഇട്ട് ഞാൻ പോണ സ്പീഡ്, ഹെഡ് ചെയ്യുന്ന സ്പീഡ് കണ്ടിട്ടാണ്, സ്ഥലം കണ്ടിട്ടേ ഞാൻ സ്പീഡ് കൂട്ടുള്ളൂ. അപ്പം അങ്ങനത്തെ അപ്ഗ്രേഡുകൾ ചെയ്യും. പിന്നെ ടയറിൽ അപ്ഗ്രേഡ് ചെയ്യും, സസ്പെൻഷൻ അപ്ഗ്രേഡ് ചെയ്യും. അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ചെയ്യും.